പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ക്യാൻ വെച്ചിട്ടാണ്, പെയിന്റ് ഒക്കെ വരുന്ന പാത്രം ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ചെടിച്ചട്ടി ഉണ്ടാക്കുന്നത്. വളരെ കഷ്ടപ്പെട്ട ഓരോ വീഡിയോ ഞാൻ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ടാവും, അങ്ങനത്തെ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇരുമ്പിൻ്റെ ആണ് എടുത്തത്. അപ്പോൾ ഇതിൻ്റെ വള്ളിയും ഒക്കെ നമുക്ക് ഈ വട്ടത്തിലുള്ള ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഇത് കട്ട് ചെയ്ത് കളയാതെ ഉണ്ടാക്കിയ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഉള്ളി വെച്ചിട്ട് ഒന്ന് അടിച്ച് കൊടുത്താൽ മതി, ഉള്ളിയും ചുറ്റികയും വെച്ചിട്ട്. അപ്പോൾ ഇതിങ്ങനെ അടർത്തി ഇങ്ങ് പോകുന്നുള്ളൂ. ഇങ്ങനെ അടർത്തി കഴിഞ്ഞിട്ട് ഇതുണ്ട്, ഇങ്ങനെ മുള്ളു പോലെ നിൽക്കും. നമ്മളത് അങ്ങനെ കട്ട് ചെയ്ത് ഉള്ളി വെച്ച് കട്ട് ചെയ്തെടുത്താണല്ലോ. അപ്പോൾ അത് ചുറ്റിക വെച്ച് ഒന്ന് അടിച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ കയ്യിലൊന്നും കുത്തിക്കയറില്ല. കണ്ടോ, ഇതെല്ലാം നമ്മൾ സൈഡിലേക്ക് അടിച്ച് ചേർത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കയ്യിലൊന്നും കുത്തിക്കയറുന്നില്ല. ഇനി നമുക്ക് ഇതൊരു തടിയുടെ ചെണ്ടയുടെ ഷേപ്പ് ആയതുകൊണ്ട് നമുക്കൊരു തടിയുടെ ടെക്സ്ചർ വേണമല്ലോ. ഇപ്പോൾ ഇത് തടിയുടെ ഡിസൈനൊക്കെ ഇടാൻ ഉപയോഗിക്കുന്ന കളർ ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. ഇതില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഏത് കളറാണ്, ഇനാമൽ പെയിൻറ്റ്, ഫാബ്രിക് കളർ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പം ഇത് കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് അതിന് ഹൂപ്പ് വെക്കണമല്ലോ, ചെണ്ടയുടെ മുകളിലും താഴെയുമായിട്ട്. ഇത് ചെരുപ്പിൻ്റെ അകത്ത് സോളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഷീറ്റാണ്. അതൊരു 3/4 ഇഞ്ച് വീതിക്ക് ഞാൻ 2 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അതിന് ഹോളിടണം. ഹോളിടാനായിട്ട് ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു 1.25 ഇഞ്ച് അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇപ്പോൾ ഏത് പാത്രം എടുക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ അളവിൽ നമുക്ക് കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, ഒന്ന് കൈ മുറിയാതെ താഴെ വെച്ച് കട്ട് ചെയ്യാൻ പാടുള്ളൂ. കൈ മുറിയും ഷീറ്റും കട്ടായി പോകും. അതിൽ നല്ലത് ഇങ്ങനെ ആണിയെ ചൂടാക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ സോൾഡറിങ് അയൺ വെച്ചിട്ടാണെങ്കിലും ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ഫെവിക്വിക്ക് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് വെക്കണം. അപ്പോൾ ഈ നമ്മൾ ഷീറ്റ് ഒരു 3/4 ഇഞ്ച് വീതിക്കാണല്ലോ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പകുതി വീതി പുറത്തേക്ക് നിൽക്കണ പോലെ വെച്ചിട്ട് കുറച്ച് ഗ്ലൂ വെച്ച് കൊടുക്കാം. ഓരോ തുള്ളി വെച്ച് കൊടുത്താൽ മതി. ഈ ക്വിക്ക് ഫിക്സ് ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഹോളൊക്കെ അടഞ്ഞു പോകും. അതിന് നമുക്കതിന് വള്ളി കെട്ടണം. വള്ളി കെട്ടാനായിട്ട് കയറോ നൂലോ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് കുറച്ച് മുത്തും ആവശ്യമുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഇത്രയും വലിയ കയറാണ്. അപ്പോൾ ഇത് വെച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഞാനിങ്ങനത്തെ ഈ പൈപ്പിംഗ് ഒക്കെ വെക്കണ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ലെങ്ത് ഒന്ന് നോക്കുക. അപ്പോൾ ഇത്രയുണ്ട്. കുറച്ച് എക്സ്ട്രാ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അത് മടക്കിയിട്ട് എന്തോരം ഉണ്ടെന്ന് നോക്കിയിട്ട് അത് നിവർത്തിയെടുത്തിട്ട് നമ്മൾ എത്ര ഹോൾ ഇട്ടിട്ടുണ്ടോ അത്രയും പ്രാവശ്യം മടക്കിയെടുക്കുക. ഞാനിപ്പോൾ 11 ഹോളാണ് ഇട്ടിട്ടുള്ളത്. അപ്പം 11 പ്രാവശ്യം മടക്കി എടുത്തിട്ട് കുറച്ചും കൂടി എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടറ്റത്തും ഞാൻ ഫെവിക്വിക്ക് വെച്ചിട്ട് ഒന്ന് നമുക്ക് സൂചി പോലെ കോർത്തെടുക്കാൻ എളുപ്പത്തിന് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അടി കൂടെയാണ് കോർത്തെടുക്കേണ്ടത്, അതായത് പാത്രത്തിൻ്റെ അടിഭാഗത്ത് കൂടി. എന്നിട്ട് ഇങ്ങനെ ഒരു മുത്ത് കോർക്കുക. കുറച്ച് വലിയ ഹോളുള്ള വലിപ്പമുള്ള മുത്ത് വേണം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കാൻ കേട്ടോ. മുത്ത് കോർത്തിട്ട് റബ്ബർ നമ്മൾ ഒട്ടിച്ചിരിക്കുന്ന ഷീറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ അടി കൂടെ കയറ്റിയിട്ട് ഇങ്ങനെ കയറ്റിയെടുക്കുക. ഇത് ഒരു പകുതി, ഏകദേശം ഒരു പകുതിയോളം ഞാൻ ഈ വള്ളി പുറത്തേക്ക് വലിച്ചിട്ടിട്ടുണ്ട്. ബാക്കി പകുതി നമുക്ക് അപ്പുറത്തെ സൈഡിൽ നിന്ന് കോർത്തെടുക്കാം. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ലെയർ വരുമ്പോൾ നമ്മൾ ഈ ഷീറ്റ്, റബ്ബറിൻ്റെ ഷീറ്റ് ഒട്ടിച്ചേക്കണതിന് മുകളിൽ കൂടെയാണ് 2 പ്രാവശ്യം. ഇനിയും നമുക്ക് ഈ മുത്ത് ഇതിലേക്ക് കോർക്കുക. എന്നിട്ട് അതിൻ്റെ മീതെ കൂടെ തന്നെ കോർത്തിട്ട് റബ്ബറിൻ്റെ ഷീറ്റിൻ്റെ ഇടയിൽ കൂടെ കയറ്റിയെടുക്കുക. ഇനി നമ്മളിത് ഈ മുത്തിൻ്റെ അകത്തൂടെ കോർത്തെടുക്കണം. നമ്മൾ ആദ്യം കോർത്ത മുത്തിൻ്റെ അകത്തൂടെ തന്നെ കോർത്തെടുക്കുക. എന്നിട്ട് വീണ്ടും ആ റബ്ബർ ഷീറ്റിൻ്റെ ഇടയിൽ കൂടെ, ഗ്യാപ്പിൽ കൂടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ടല്ലോ നമ്മൾ, ആ ഹോളിൽ കൂടെ കയറ്റി കൊടുക്കണം. ഇതിൽ ഇങ്ങനെ കയറ്റി കൊടുക്കണം. ഇങ്ങനെ നമുക്കിത് ഫുള്ള് ചുറ്റിയെടുക്കാം. ഇങ്ങനെ ഫുള്ള് നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് വന്ന് നമ്മൾ ആദ്യം കോർത്ത മുത്താണിത്, ഈ ഒരെണ്ണം ഒരു വള്ളിയെ കൂടി കോർത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് രണ്ടും കൂടി നമ്മൾ അടിയിലേക്കൊന്ന് കെട്ടി വെച്ച് കൊടുക്കാം. കെട്ടി വെച്ചിട്ട് വേണമെങ്കിൽ ഒരു തുള്ളി ഫെവിക്വിക്ക് ഒന്നൊഴിക്കാം, ഒട്ടി അവിടെ ഇരുന്നോളൂല്ലോ. അപ്പം നമ്മൾ ഇതിൻ്റെ ഫുള്ള് ഈ പാത്രം ഫുള്ള് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് മണൽ നിറയ്ക്കണം.
അപ്പോൾ ഇതിലേക്ക് മണ്ണ് ഞാൻ ഇട്ടിട്ടുണ്ട്, മണ്ണും മണലും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത് ഇട്ടിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്, നമുക്ക് അധികം ഇങ്ങനെ വളർന്നിങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ കമഴ്ന്ന് വീഴാത്ത രീതിയിലുള്ള എന്തെങ്കിലും ചെടി, ഇത് ഈ ഇല ഇത് ഇത്രേ വരുള്ളൂ, ഇപ്പം ഇങ്ങനെ തന്നെ നിന്നോളും. ഇതിപ്പോൾ കുറച്ച് കരിഞ്ഞിട്ടൊക്കെ ഉണ്ട് വെള്ളം ഒഴിക്കാണ്ട് നിന്നിട്ട്. അപ്പോൾ നല്ലതായിട്ട് വെള്ളമൊക്കെ ഒഴിക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും ഇത്. എന്നിട്ട് കുറച്ച് വെള്ളാരങ്കല്ലും കൂടി പെറുക്കി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാവും. ഇനി ഞാനിത് അകത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്, അതുകൊണ്ട് ഞാൻ ഈ പാത്രത്തിന് ഹോളൊന്നും ഇട്ടിട്ടില്ല. ഹോളിടുമ്പോഴത്തേക്കും ഒരു ഭംഗി പോവുമല്ലോ എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഹോളിടണം, മുറ്റത്ത് വെക്കാനാണെങ്കിൽ അതിൻ്റെ അടിയിൽ ഹോളിട്ട് കൊടുത്താൽ മതി, അപ്പോൾ കാണില്ലല്ലോ, അടിയിൽ ഹോളിട്ടാൽ മതി. ഞാനിപ്പോൾ ഇത് അകത്താണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. Thanks for watching.